ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. മാൽവേസി എന്ന് പറയുന്ന ഫാമിലിയാണ്. സോ ഓൾറെഡി നമ്മൾ നമ്മുടെ ബ്രസീക്കേസിയെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആഡ് ഓൺ ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് മാൽവേസിയാണ്. ഈ മാൽവേസിയ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആവും. ദാറ്റ് ഈസ് ഹിബിസ്കസ്. ഹിബിസ്കസ് നമ്മളുടെ എന്താ പറയുക, ചൈന റോസ് എന്ന് പറയുന്ന ഹിബിസ്കസ് അല്ലേ. ഹിബിസ്കസ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഹിബിസ്കസ് വരുന്ന ഫാമിലി ഏതാണ്? മാൽവേസിയാണ്. അപ്പൊ മാൽവേസിയുടെ ക്യാരക്ടേഴ്സ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക, മാൽവേസിയുടെ ഫ്ലോറൽ ഡയഗ്രമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഇവിടുത്തെ ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്ലവറിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പെൻഡാമീറസ് ആണ്. പെൻഡാമീറസ്, ദ ഫ്ലവർ ഈസ് പെൻഡാമീറസ്. പെൻഡാമീറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൽ വേൾഡ്സ് ആർ ഇൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? പെൻഡാമീറസ് എന്ന് വിളിക്കുക. അതെല്ലാം എന്താണ് പെൻഡാമീറസ് ആയിട്ട് തന്നെ വരണമെന്നൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ ജനറലി ഫ്ലവറിന്റെ കമ്പോണൻസ് പെൻഡാമീറസ് ആണെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറൽ വേൾഡ്സും ഉണ്ട്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, എല്ലാ സാധനങ്ങളും ഈ ഫ്ലവറിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദ ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. അപ്പൊ ഹൈപ്പോഗൈനസ് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ജി എന്ന് എഴുതിയിട്ട് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫ്ലോറൽ സ്ട്രക്ചേഴ്സും ബിലോ ദ ഓവറി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ജിയുടെ താഴെ എന്ത് കൊടുക്കും? വര കൊടുക്കും. അപ്പൊ ഹൈപ്പോഗൈനസ് ആണെന്ന് പറയുന്നു. ആൻഡ് ബൈസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടീസ് പ്രസന്റ് ഓൺ ദ സെയിം ഫ്ലവർ. അപ്പൊ അതിന് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഇനി അടുത്ത് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്ടിനോമോർഫിക് ഫ്ലവർ. അക്ടിനോമോർഫിക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? അക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡിവൈഡ് ദ ഫ്ലവർ ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ത്രൂ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ നിങ്ങൾ കട്ട് ചെയ്താലും ഫ്ലവറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈക്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ദ ഫ്ലവർ ഈസ് ബ്രാക്ടിയേറ്റ് ഓർ ഇബ്രാക്ടിയേറ്റ്. ചില ഗ്രൂപ്പുകളിൽ എന്തുണ്ട്? ബ്രാക്ട് ഉണ്ട്. ചില ആൾക്കാരിൽ എന്തില്ല? ബ്രാക്ട് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എപ്പികാലിക്സ്. എന്താണ് ഈ എപ്പികാലിക്സ് എന്ന് പറഞ്ഞ സാധനം? സോ ഇറ്റ്സ് ആൻ അഡീഷണൽ വേൾഡ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ മാൽവേസിയ. മാൽവേസിയയിലുള്ള ഒരു അഡീഷണൽ വേൾഡ് ആണ്. കാലിക്സിന് പുറത്തായിട്ട് ഫ്ലവറിന് ഒരു എക്സ്ട്രാ വേൾഡ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? എപ്പികാലിക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഫ്ലവറിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് നോക്കുക. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ കാലിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. കാലിക്സിന്റെ യൂണിറ്റ്സ് ആയിട്ടുള്ള സെപ്പൽസ് എത്ര യൂണിറ്റ്സ് ആ പറയുന്നത്? 5 അല്ലെ. അപ്പൊ പെൻഡാമീറസ് എന്ന് പറഞ്ഞപ്പോൾ 5 അല്ലെ. അപ്പൊ 5 എണ്ണം ഉണ്ട്. എന്താണ് കാലിക്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള സെപ്പൽസ്? 5 എണ്ണം. ഗ്യാമോസെപ്പാലസ്, അതായത് സെപ്പൽസ് ആർ യുണൈറ്റഡ് അല്ലെ, തമ്മിൽ യുണൈറ്റഡ് ആണ്. ആൻഡ് എസ്റ്റിവേഷൻ ഈസ് ഏത് എസ്റ്റിവേഷൻ ആണ്? വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നിങ്ങൾ ഓർക്കുക, കാലിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുക. സെപ്പൽസ് 5 ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്, വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കുക, കൊറോള. കൊറോളയിലെ പെറ്റൽസ് 5 പെറ്റൽസ് ആണ് ഉള്ളത്. പോളിപെറ്റാലസ്. പോളിപെറ്റാലസ് എന്ന് വെച്ചാൽ പെറ്റൽസ് ആർ എന്താണ്? ഫ്രീ അല്ലെ, യുണൈറ്റഡ് അല്ല, ഫ്രീ ആണ് പോളിപെറ്റാലസ്. ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ ആണ്. ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഇത് ഒരു പെറ്റൽ ആണെങ്കിൽ അടുത്തത് ഇങ്ങനെ ആയിരിക്കും അല്ലെ, അടുത്തത് ഇങ്ങനെ ആയിരിക്കും, അതായത് ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരെണ്ണത്തിന്റെ ഒരു മാർജിന് അടുത്ത പെറ്റൽ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ അല്ലെ. ആൻഡ് അടുത്ത കാര്യം അറ്റാച്ച് ടു സ്റ്റാമിനൽ ട്യൂബ്. ഇത് നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഹിബിസ്കസിന്റെ ഒക്കെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹിബിസ്കസിന്റെ ഒക്കെ നടുക്കൂടെ ഒരു ട്യൂബ് ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് ആക്ച്വലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേമൻ ഇല്ലേ, സ്റ്റേമൻ, ആ സ്റ്റേമന്റെ ഫിലമെന്റ് ഉണ്ടല്ലോ, ആ ഫിലമെന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ആ ട്യൂബ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഇവഞ്ച്വലി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? ഈ കൊറോളയുടെ യൂണിറ്റ് ആയിട്ടുള്ള പെറ്റലിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഹിബിസ്കസിന്റെ എതളുകൾ നിങ്ങൾ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എതള് മാറുന്നതിനനുസരിച്ച് ആ സെൻട്രൽ ട്യൂബിൽ നിന്നാണ് അത് ഡിറ്റാച്ച് ചെയ്ത് വരിക. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ആൻഡ് ഫ്ലവർ ഈസ് ബ്രൈറ്റ്ലി കളേർഡ്. റെഡിഷ് കളർ ആണ് കോമൺലി നമ്മൾ കാണുക. അപ്പോൾ ബ്രൈറ്റ്ലി കളേർഡ് ആണ് ആൻഡ് പല കളറും ഉണ്ടാവാം. അപ്പൊ എന്തിനാണെന്ന് വെച്ചാൽ ടു അട്രാക്ട് ദ പോളിനേറ്റേഴ്സ് അല്ലെ. അടുത്തത് നോക്കാം, ദാറ്റ് ഈസ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തില് സ്റ്റേമൻസ് മെനി. അതായത് ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രീഷ്യത്തിനെ നമ്മൾ ഫ്ലോറൽ ഫോമുലയിൽ എഴുതുന്ന സമയത്ത്, ആൻഡ്രീഷ്യത്തിനെ ഫ്ലോറൽ ഫോമുലയിൽ എഴുതുന്ന സമയത്ത് വി റെപ്രസെന്റ് ഇറ്റ് ഇൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. കാരണം നമ്പർ എത്രയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം. ഏറ്റവും കൂടുതൽ ലാർജ് നമ്പർ ഓഫ് എന്ത് വരാം? സ്റ്റേമൻസ് വരാം. ആന്തർ മോണോതീക്കസ് ആണ്. സാധാരണത്തിൽ എന്താ പറയുക? ഡൈതീക്കസ് ആണ്. ആന്തേഴ്സ് മോണോതീക്കസ് ആണ്. ഇവിടെ മൊണാഡൽഫസ്, അതായത് ഈ ഒരുപാടുള്ള സ്റ്റേമൻസ് ക്ലസ്റ്റർ ചെയ്ത് ഒരു ബണ്ടിലായിട്ട് മാറിയിട്ടുണ്ട്. ഒറ്റ ബണ്ടിലാണെങ്കിൽ എന്താണ്? മൊണാഡൽഫസ്. 2 ബണ്ടിലാണെങ്കിൽ എന്താണ്? ഡയാഡൽഫസ്. അപ്പൊ ഇവിടെ എന്താണ്? മൊണാഡൽഫസ് കണ്ടീഷൻ ആണ്. ഇനി എപ്പിപെറ്റാലസ്, പെറ്റലിന്റെ മുകളിലേക്ക് എന്ത് ചെയ്തിട്ടാണ്? ഒട്ടിയിട്ടാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന സ്റ്റേമൻസ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക.
ഇതാണ് ഇവിടുത്തെ ആൻഡ്രീഷ്യത്തിൽ നോക്കാനുള്ളത്. ഗൈനീഷ്യം പെൻഡാകാർപ്പലറി 5 കാർപ്പൽസ് ആണ് ഉണ്ടാവുക. പെൻഡാകാർപ്പലറി എന്ന് പറഞ്ഞാൽ 5 കാർപ്പൽസ്. സിൻകാർപ്പസ് കാർപ്പൽസ് ആർ യുണൈറ്റഡ്. ഓവറി സുപ്പീരിയർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഗൈനീഷ്യം നമ്മൾ ജി എഴുതിയിട്ട് താഴെയാണ് എന്തിട്ടത് വരയിട്ടത്. അപ്പൊ എന്താണ് ഓവറി സുപ്പീരിയർ. ആൻഡ് ആക്സിയൽ പ്ലാസന്റേഷൻ. ആക്സിയൽ പ്ലാസന്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി ലോക്കുലാർ ഓവറിക്കകത്ത് സെന്ററിൽ എന്ത് വരണം പ്ലാസന്റ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആക്സിയൽ പ്ലാസന്റേഷൻ അല്ലേ. ഇനി അടുത്ത കാര്യം ഇവിടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്താണ് നോക്കേണ്ടത്. ദീസ് പ്ലാന്റ്സ് ആർ മോസ്റ്റ്ലി ഷെർബ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആയിരിക്കാം. സമ്മർ ട്രീസ് ചില എണ്ണം എന്താണ് ഇതിൽ മെമ്പേഴ്സ് എന്താണ് ട്രീസ് ആയിട്ടും വരാം. സ്റ്റെം ഇറക്റ്റ് ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്ലാന്റുകളുടെ സ്റ്റെമ്മിനകത്ത് മ്യൂക്കസ് കനാൽസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഒരു സാധനം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് ബിണ്ടി, അതായത് നമ്മളുടെ ഒക്ര എന്ന് പറയുന്ന സാധനം, അതായത് നമ്മളുടെ നമുക്ക് ഒരു റിമൂവ് ചെയ്ത ഒരു ചാപ്റ്റർ ഉണ്ട്. ദാറ്റ് ഈസ് എന്താ പറയാ നമ്മളുടെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ റിമൂവ് ചെയ്തിരുന്നു. ആ ചാപ്റ്റർ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. അതായത് അബൽമൊസ്കസ് എസ്കുലന്തസ് എന്നൊരു സാധനം, നമ്മുടെ സാധാരണ എന്താ പറയാ നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മ്യൂക്കസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള എന്താണ് മെറ്റീരിയൽ ആണ്. നമ്മൾ അത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മ്യൂക്കസ് മെറ്റീരിയൽ കാണും. അപ്പൊ അതേപോലെ ഇവരുടെ സ്റ്റെമ്മിനകത്ത് എന്താണ് മ്യൂക്കസ് കനാൽസ് ഉണ്ട്. ആൻഡ് അടുത്ത കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, ഇവരുടെ സ്റ്റെമ്മില് ഫൈൻ ഹെയർസ് ഉണ്ടാവും. ആ ഹെയറിനെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പാറ്റേൺ ആണ്, അതായത് സ്റ്റെല്ലേറ്റ് പാറ്റേൺ ആണ് അവിടെ ഉള്ളത്. ഇതാ അടക്കുന്നു റേഡിയേറ്റിംഗ് സ്റ്റാർ ലൈക്ക് പാറ്റേൺ ആണ് ആ നാരുകൾക്ക് ഉണ്ടാവുക എന്ന് ഓർക്കുക. ഇനി ലീവ്സ് ആൾട്ടർനേറ്റ് ആയിരിക്കാം, പാമേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കാം, സ്റ്റിപ്പുലേറ്റ് ആയിരിക്കാം, സ്റ്റിപ്യൂൾസ് ഉണ്ടാവാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒക്ര. ഇപ്പൊ ഞാൻ പറഞ്ഞു അബൽമൊസ്കസ് എസ്കുലന്തസ് അല്ലെ, ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒക്ര, ഓർത്ത് വയ്ക്കുക. ഓർണമെന്റൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്താൻ പറ്റുന്നതാണ് അത് ഹിബിസ്കസ്. ഓക്കെ, ഹിബിസ്കസ് യൂസ് ചെയ്യാം. ചൈന റോസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഫൈബർ, അതായത് നമുക്ക് എക്കണോമിക്കലി നമുക്ക് ഫൈബേഴ്സ് എന്താണ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോട്ടൺ. ഓക്കെ, ഗോസിപ്പം എന്നാണ് അതിനെ പറയുക. സോ ദാറ്റ്സ് അബൌട്ട് ദിസ്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇയാളുടെ ഫ്ലോറൽ ഡയഗ്രാമും ഫ്ലോറൽ ഫോമുലയും നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇതില് ഈ ഫ്ലോറൽ ഡയഗ്രാമിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതെന്താണെന്ന് അറിയോ? ദിസ് ഈസ് എപ്പികാലിക്സ്. ഞാൻ പറഞ്ഞു എപ്പികാലിക്സ്, അത് കാലിക്സിന് പുറത്ത് വേറൊരു എന്താണ് നമ്പർ ഓഫ് എന്താണ് വേൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 എണ്ണമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഫ്ലോറൽ ഫോമുല എഴുതിയപ്പോ ഞാനിവിടെ ബ്രാക്റ്റ് ഇവിടെ 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ ബ്രാക്റ്റ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ബാർ ഈ ബ്രാക്റ്റേറ്റ് എന്നും എഴുതിയിട്ടുണ്ട്. ബ്രാക്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ബ്രാക്റ്റ് ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാവാം. ഇനി അടുത്ത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് അക്ടിനോമോർഫിക്കിന്റെ സിമ്പിൾ ആണ്. ഇവിടെ എന്താണ് ബൈസെക്ഷലിന്റെ സിമ്പിൾ ആണ്. ഇത് എപ്പികാലിക്സ് കണ്ടോ, എപ്പികാലിക്സ് എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. അത് ഫ്യൂസ്ഡ് ഒന്നും അല്ല, അത് എന്താണ് സെപ്പറേറ്റഡ് ആണ്. കണ്ടോ നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റഡ് ആണ്, അത് തമ്മിൽ എന്തല്ല ജോയിന്റഡ് അല്ല. അതുകൊണ്ടാണ് 7 എന്ത് ചെയ്യാത്തത്, ബ്രാക്കറ്റിൽ ഇടാത്തത്. ബട്ട് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കാലിക്സ്. കാലിക്സിന്റെ യൂണിറ്റ്സ് എന്താണ്? സെപ്പൽസ് ആണ്. സെപ്പൽസ് 5 എണ്ണം യുണൈറ്റഡ് ആണ്. വാൽവേറ്റ് എസ്റ്റുവേഷൻ ആണ്, ബട്ട് ദേ ആർ യുണൈറ്റഡ് അല്ലെ. അതുകൊണ്ടാണ് 5നെ ഇട്ടിട്ട് എന്ത് ചെയ്തത്, ബ്രാക്കറ്റിനകത്ത് ഇട്ടത്. ഇനി കൊറോള നോക്ക്. കൊറോള ഇത് 1ാമത്തെ കൊറോള, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പൊ പെറ്റൽസ് എത്ര എണ്ണായി? 5 എണ്ണായി അല്ലെ. ആ 5 എണ്ണവും തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ല, ദേ ആർ ജസ്റ്റ് ഓവർലാപ്പിംഗ് 1 മാർജിൻ. അതുകൊണ്ട് ഇതെന്താണ് ട്വിസ്റ്റഡ് എസ്റ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ 5 എന്നിട്ടത്. ആൻഡ് ഇവിടെ ആൻഡ്രീഷ്യത്തിന്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇൻഫിനിറ്റി ഇട്ടു. ആൻഡ് ദീസ് ആൻഡ്രീഷ്യത്തിന്റെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫിലമെന്റ്സും എന്താണ് ജോയിന്റഡ് ആണ്. എല്ലാവരുടെയും ഫിലമെന്റ്സ് തമ്മിൽ ജോയിന്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിന് ബ്രാക്കറ്റിനകത്ത് ഇട്ടത്. ഇറ്റ്സ് എ മൊണാഡൽഫസ് കണ്ടീഷൻ, ഒറ്റ ബണ്ടിലായിട്ടാണ് നിൽക്കണേന്ന് മനസ്സിലാക്കുക. ആൻഡ് ഗൈനീഷ്യം എന്താണ് സുപ്പീരിയർ ഓവറിയാണ്, അതുകൊണ്ടാണ് അടിയിൽ വരെ വന്നത്. ആൻഡ് ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ്സും അതേപോലെ തന്നെ ഇവിടെ 1 2 3 4 5 ഓക്കെ 5 യൂണിറ്റ്സ് കാണാം. അതുകൊണ്ട് എന്താണ് ദിസ് ഈസ് എന്താ പറയാ 5 എണ്ണത്തിന് നമ്മൾ ഫ്യൂസ് ചെയ്ത് സിൻകാർപ്പസ് കണ്ടീഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ ഫ്ലോറൽ ഫോമുല ആൻഡ് ഫ്ലോറൽ ഡയഗ്രാം ഓഫ് മാൽവേസിയെ. ഇത് മാൽവേസിയയുടെ ഫ്ലോറൽ ഡയഗ്രാമും ഫ്ലോറൽ ഫോമുലയാണ്. ജസ്റ്റ് നിങ്ങളത് നോക്കി വെക്കുക. ജസ്റ്റ് ഇതിനകത്ത് ഓർത്ത് വെക്കാനുള്ളത് ആ എപ്പികാലിക്സിന്റെ കാര്യം ഓർക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ സ്റ്റേമൻസിന്റെ പ്രത്യേകത ഓർക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മാൽവേസിയ. അപ്പോൾ മാൽവേസിയ എന്ന് പറയുന്ന ഫാമിലിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഫാമിലിയും കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.